അതെ, നിങ്ങൾ ഈ പറഞ്ഞൊന്നല്ല ശരി. കൃത്യമായ വിവരം എനിക്കറിയാം. ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഏകദേശം ഒരു 1.5 വർഷം മുൻപ് 4 പൗൺ സ്വർണം ഇവർ വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. അത് തൃശ്ശൂരിലൊരു ജോലി സ്ഥലത്ത് വെച്ചായിരുന്നു. ചേർപ്പിലുള്ള ഒരു സുരേഷ് എന്ന് പറയുന്ന ഒരു കക്ഷി നടത്തിയിരുന്ന ഒരു സ്ഥാപനത്തിൽ ഇവർ രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് സൗഹൃദം നടിച്ച് നല്ലോണം കൂടി വാങ്ങിച്ചെടുത്തതാണ്. ഈ വാടാനപ്പള്ളിയിലുള്ള ആ കുട്ടിയുടെ ഈ 4 പൗൺ സ്വർണം അവരുടെ വീട് പണിക്ക് വേണ്ടി വെച്ചിരുന്നതാണ്. അതാണ് വാങ്ങിച്ചെടുത്തത്. ആ കുട്ടി കൊടുക്കാനുള്ള കാരണം എന്താണെന്നറിയാവോ? ഇവരുടെ ഈ ഈ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലുള്ള നന്ദിപുരം പ്രദേശത്തുള്ള ഇവരുടെ 9 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചിന് സീരിയസ് ആയിട്ടുള്ളൊരു അസുഖം വന്നു. അതിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം RCCയിലാണ് ലക്ഷക്കണക്കിന് രൂപ വേണം എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചെടുത്തതാ. അതിന്റെ പേരിലൊക്കെ വലിയ പിരിവ് നടത്തുന്നൊക്കെ പറയുന്നുണ്ട്, എനിക്കറിയില്ല. എന്തായാലും അവരെ അക്കൗണ്ടൊക്കെ പരിശോധിക്കേണ്ടി വരും. പോക്ക് അവിടേക്കാണ്. അല്ല, വേണ്ടിവരും, ഉറപ്പായിട്ടും വേണ്ടിവരും. പിന്നെ ഇതൊന്നുമില്ലെന്ന് ഇതിന്റെ അപ്പുറത്തുണ്ട് വേറെ. എനിക്കറിയാലോ, ഇവിടെ ഒരു ഫൈനാൻസുമായി ബന്ധപ്പെട്ടൊരു വിഷയം. കുറെ ആ ഫൈനാൻസിലെ കസ്റ്റമേഴ്സിന്റെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. വ്യക്തിപരമായ ചീറ്റിംഗ് കേസുകളുണ്ട്. എന്തിനു പറയണം? കോടതി ജഡ്ജിന് മുമ്പിൽ മൊഴി നൽകിയത് മാറ്റി പറഞ്ഞ് ഒത്തുതീർപ്പുണ്ടാക്കി പണം വാങ്ങിയ സംഭവമുണ്ട്, എനിക്കറിയാം. അതിന്റെ വിധിന്യായം, വിധി പകർപ്പും എന്റെ കൈവശിരിപ്പുണ്ട്. മനസ്സിലായോ? അങ്ങനെ അനവധിയായ പ്രശ്നങ്ങളാണ് അവരുണ്ടാക്കി വെച്ചിട്ടുള്ളത്. അനവധിയായ പ്രശ്നങ്ങൾ. ഈ പാവപ്പെട്ട ആളുകളെ പറഞ്ഞ് ചതിക്കുക, എന്നിട്ട് അവരെങ്ങാനത് ചോദിക്കാൻ ചെന്നാല് അല്ലെങ്കിൽ വാങ്ങിച്ചെടുത്ത പണം ചോദിക്കുമ്പോൾ അവരുടെ പേരിൽ കള്ളക്കേസ് കൊടുക്കുക. ഇന്നലെ ഒരു സംഭവം ഉണ്ടായിരുന്നേ, എനിക്ക് കൃത്യമായി അറിയാം. ഈ 4 പൗൺ സ്വർണം നഷ്ടപ്പെട്ട ഈ കുട്ടി വാടാനപ്പള്ളി സ്റ്റേഷനിൽ ഒരു 1.5 വർഷം മുൻപ് പരാതി കൊടുത്തിട്ടുണ്ട്. അന്ന് ഇവരെ വിളിച്ച് ചോദിച്ചപ്പോൾ വാടാനപ്പള്ളി പോലീസിനോടും ഇവർ പറഞ്ഞത് ഇവരുടെ കൊച്ച് RCC ട്രീറ്റ്മെന്റിലാണ്, അതുകൊണ്ട് ഇപ്പോൾ കഴിയില്ല, 4 മാസം കഴിയുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞത് വാടാനപ്പള്ളി പോലീസിനോടാണ് പറഞ്ഞത്. അതിനുശേഷം പലതവണ ഇവരോട് ആവർത്തിച്ച് പല വ്യക്തികളെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടുള്ള വോയിസ് റെക്കോർഡ് എന്റെ കയ്യിലുണ്ട്. പിന്നെന്താ, അതിൽ കൂടുതൽ എന്നാ തെളിവ് വേണം ഈ കാലഘട്ടത്തിൽ? അതിനുള്ള നിയമ സാധ്യതയുണ്ടല്ലോ നമുക്ക്. ഇനി ഇത്രയും ദിവസങ്ങൾ, എത്രയോ മാസങ്ങളായി അവർ നാട്ടിൽ വന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു. ഏത് RCCന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്ന് ഏകദേശം 1 വർഷം കണ്ടാവാറായിപ്പോ. എന്നിട്ട് ഈ 4 പൗൺ സ്വർണം മേടിച്ചെടുത്ത ആ കൊച്ചിനോട് വിളിച്ച് ഒരു വാക്കെങ്കിലും പറയാനും ഒരു സമയം കണ്ടെത്തിയിട്ടില്ല. ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല കേട്ടോ, ഞാൻ ഉണ്ടാവുമ്പോ തരാം, എന്തെങ്കിലും ഒരു വാക്ക് പറയണ്ട. അതെല്ലാം മര്യാദ. അന്തസ്സുള്ളവർക്ക് ചേർന്നത് അതല്ലേ? ഒരു പിടുത്തമില്ലാണ്ടായപ്പോ അവര് നാട്ടിലേക്ക് അന്വേഷിച്ചു വന്നു. ഇന്നലെ 18-ാം തീയതി അന്വേഷിച്ചു വന്നു കഴിഞ്ഞപ്പോ അവര് എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. അവിടെ അയൽവക്കക്കാരും നാട്ടുകാരൊക്കെ കണ്ടതും കേട്ടതാ. അങ്ങനെ അവര് പോയിട്ട് എന്ത് ചെയ്തു? പരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വീട് കയറി ആക്രമിക്കാൻ വന്നു. എന്നിട്ട് പോലീസ് ജീപ്പ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ പോലീസുകാർക്ക് കാര്യം മനസ്സിലായി. അവിടെ അയൽവക്കക്കാരുണ്ടായിരുന്നു. ഈ കുട്ടിയുടെ കാര്യങ്ങളും അവരെന്തായിരുന്നു, അവരെത്ര പേരുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പോലീസിന് മനസ്സിലായി. പോലീസ് അവരെടുത്ത് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയാൽ മതി എന്ന് പറഞ്ഞു വിട്ടിട്ട് ആ പരാതി എഴുതാൻ അവർക്ക് അറിയാണ്ട് എന്റെ അടുത്താണ് വന്നത്. ഞാനാണ് എഴുതി കൊടുത്തത്. എനിക്ക് ഇവരെ കുറിച്ച് എല്ലാ വിവരങ്ങളും അറിയാം. ഇവർക്ക് എതിരായിട്ടുള്ള മുഴുവൻ എവിഡൻസും എന്റെ പേരിലുണ്ട്. ഇവരുടെ സ്വന്തം അമ്മയുടെ പേരിലുണ്ടായിരുന്ന ഭൂമി പോലും തട്ടിച്ചെടുത്തവരാണ്. അതിന്റെ ഔദ്യോഗിക രേഖകൾ എന്റെ കയ്യിലുണ്ട്. മനസ്സിലായോ? അപ്പോ ഒരു നീതിയില്ലാത്ത കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുക, എന്നിട്ട് കള്ള പരാതികൾ നൽകുക, കള്ള കേസുകൾ കൊടുക്കുക, ഒത്തുതീർപ്പുണ്ടാക്കുക. ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. ഏതറ്റം വരെ പോയാലും ഞാൻ ആ പാവങ്ങൾക്ക് വേണ്ടി സഹായിക്കും, എന്നാൽ പറ്റുന്ന രീതിയിലല്ല. അതിനുവേണ്ടി ചിലപ്പോ അവർക്കൊരു രീതിയുണ്ട്, തല തല്ലിപ്പൊളിക്കല്. ഏതോ ഒരു സ്ത്രീയുടെ തല തല്ലിപ്പൊളിച്ച കേസ് പിന്നെ കോടതിയിൽ നിൽക്കുന്നുണ്ട്, എനിക്കറിയാം ആ കേസ്. ആ വക ഉഡായിപ്പ് പരിപാടിയുമായിട്ട് ഇനി വന്നാലുണ്ടല്ലോ, അറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്. ഇത് ഭീഷണിയായിട്ട് വേണമെങ്കിൽ കാണുമായിരിക്കും. നിങ്ങൾ കണ്ടോ? അവരുടെ ആരാ നിങ്ങളത് ഭീഷണിയായിട്ട് തന്നെ കണ്ടോളൂ. എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മനസ്സിലായല്ലോ?
എന്തെങ്കിലുമൊക്കെ ഒരു മിനിമം നീതി വേണം, ഒരു അന്തസ് വേണമെന്നേ. പോലീസ് ഉദ്യോഗസ്ഥരോട് പോലും ചാടിക്കേറി സംസാരിക്കുക, നിരന്തര കള്ളപ്പരാതികളായിട്ട് പോവുക. എന്താ അത്? എന്താ 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 ഉദ്ദേശിക്കണം നിങ്ങൾ? എക്കാലത്തും നിങ്ങളുടെ ഈ വേഷം കെട്ട് നടക്കുന്നതാണോ? അതൊന്നും നടക്കില്ല, അനുവദിച്ചു തരാൻ പറ്റില്ല. അറിയാം നിങ്ങളെ കുറിച്ച്, നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ അയൽവക്കത്തുള്ള മുഴുവൻ ആൾക്കാരും നിങ്ങളെ കുറിച്ച് എന്താണ് പറയുന്നത് എനിക്കറിയാം. അവർക്കും അറിയാം നിങ്ങളെ കുറിച്ച്. വരന്തരപ്പള്ളി പോലീസിനും അറിയാം നിങ്ങളെ കുറിച്ച്. അത്യാവശ്യം പുതുക്കാട് പോലീസിനും ഒല്ലൂര് പോലീസിനും നിങ്ങളെ കുറിച്ച് നന്നായിട്ട് അറിയാം. നിങ്ങൾ ഓരോ തവണ കാട്ടിക്കൂട്ടുന്നതും ഇവരുടെ ഈ പറഞ്ഞ ഇപ്പൊ നിങ്ങൾ ഈ പറയുന്നില്ലേ, നിങ്ങളുടെ ഈ കക്ഷി ഉണ്ടല്ലോ, അവന്റെ അമ്മ താമസിക്കുന്ന അമ്മയുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. എന്നിട്ട് പിന്നെ ഒരു താഴെ മകളുടെ വീട്ടിലാണ് തള്ള താമസിക്കുന്നത്. അവിടെ കൊണ്ടുപോയി ഏതോ പിന്നെ തട്ടുകട എന്നുള്ള വേസ്റ്റ് കൊണ്ടുവന്ന് അതിന്റെ പടിക്ക്, ആ വീടിന്റെ പടിക്ക് കൊണ്ടിട്ടവരാണ് ഇവര്. അതിന്റെ പരാതി ഉണ്ട് പുത്തൂർ പഞ്ചായത്തില്. പുത്തൂർ പഞ്ചായത്തിലെ അധികാരികൾക്ക് ഇവരുടെ തനി സ്വഭാവം അറിയില്ലല്ലോ. എന്നിട്ട് പിന്നെ കൗണ്ടർ പരാതി വേറെ, കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള കൗണ്ടർ പരാതി. ഒരു സ്ത്രീ എന്തും തയ്യാറായി കച്ച കെട്ടിയിറങ്ങിയാൽ എക്കാലത്തും എല്ലാവർക്കും കയ്യും കെട്ടി നോക്കി നിൽക്കാനൊന്നും കഴിയില്ല. ഒരുപക്ഷെ പോലീസ് ഉദ്യോഗസ്ഥര് നിങ്ങൾ പറഞ്ഞൊക്കെ കേട്ടുന്ന് വരും. അനാവശ്യമായിട്ടൊന്നും ഒരു പോലീസും കേസെടുക്കില്ല. അങ്ങനെ കേസെടുക്കേണ്ട കാലം ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് ആ കാലമല്ല. നിങ്ങളുടെ വൃത്തികേടുകൾ, നിങ്ങൾ ചെയ്യുന്ന നിയമവിരുദ്ധ പ്രവൃത്തികൾ, ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടുള്ള നിയമവിരുദ്ധ പ്രവൃത്തികൾ എല്ലാം ചോദ്യം ചെയ്യും, എല്ലാം ചോദ്യം ചെയ്യും. ഒരു തർക്കവും കാര്യത്തിലില്ല. നിങ്ങൾ പറയണം നിങ്ങൾ ആര്. നിങ്ങൾ പോയിട്ട് നിങ്ങളെപ്പോലെ ഒരു 16 പേര് വന്നാലും അവരുടെ കാര്യത്തില് എന്റെ ഈ രീതി ഇത് തന്നെയാ, മാറ്റമൊന്നുമില്ല കാര്യത്തില്. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അത്രയേറെ വിഷമുണ്ടെന്നേ. ഞാനൊരു മനുഷ്യാവകാശ പ്രവർത്തകനാണ്. അതിന്റെ വീറും വാശിയൊക്കെ കാണും, മനസ്സിലായോ? നീതിയില്ലാത്ത ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല, ഇങ്ങോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നീതിയുടെ പക്ഷത്ത് അടിയുറച്ചു നിൽക്കും. അതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടായാലും അതങ്ങട് ഏറ്റുവാങ്ങിക്കൊള്ളാം. അതിനെ നേരിടാനുള്ള കഴിവും തന്റെ ഇടൊക്കെ ദൈവം തന്നിട്ടുണ്ട്, മനസ്സിലായല്ലോ? ഇനിയെങ്കിലും നിർത്തണം നിങ്ങൾ ഈ നാട്ടുകാരെ പറ്റിച്ചും മറ്റുള്ളവർ ചൂഷണം ചെയ്തുള്ള ഈ വൃത്തികെട്ട ജീവിത രീതി ഉണ്ടല്ലോ, അവസാനിപ്പിച്ചേക്കണം. നിങ്ങൾ എങ്ങനെ കൊണ്ടും ജീവിച്ചു, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല, മറ്റാരെയും ബാധിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷേ നാട്ടിലെ മാന്യം മര്യാദയ്ക്ക് ജീവിക്കുന്നവരെ പറ്റിക്കുകയും അതിനുശേഷം അവർക്കെതിരെ കള്ളപ്പരാതി കൊടുക്കലും അവർക്കെതിരെ ഭീഷണിയും അവരെ പിന്നാലെ നടന്ന് ഫോട്ടെടുത്ത് പിന്നെ വേറെ രീതിയിലുള്ള വ്യാഖ്യാനിക്കണ പരിപാടിക്ക് ഉണ്ടല്ലോ, അവസാനിപ്പിച്ചേക്കണം. ഇത് താക്കീതാണ്, താക്കീത്. മനസ്സിലായല്ലോ? നീ എവിടെയാന്ന് തന്നെ ചെല്ല്.